ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നോമ്പ് തുറക്കാനും ഇടാത്താഴത്തിനും നോമ്പ് പിടിക്കാനൊക്കെ ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് മാത്രം. ഞാൻ ഇതാദ്യമായിട്ടാണ് ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്യുന്നത്. അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ ഇട്ട് ആവശ്യത്തിന് സവാളയും ഇട്ട് പച്ചമുളകും നമ്മളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അടി പിടിക്കാൻ പാടില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് അതും പച്ച സ്മെല്ലിങ്ങനെ മാറുന്നത് വരയ്ക്കും ഇങ്ങനെ വഴറ്റിയെടുക്കണം. നമ്മൾ ഈ അടി പിടിച്ച് കഴിഞ്ഞ കളറും വ്യത്യാസം, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കളറിന് വ്യത്യാസം വരാതെ നല്ല സൂക്ഷിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് അതും നല്ല വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്ത് പോകരുത്. വെന്ത് പോയാൽ ഉടനെ കറിയിലും മിക്സായി പോകും. പിന്നെ നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ആവശ്യത്തിന് കുറച്ച് മതി, അത് കുതിർക്കായിട്ടിട്ട് അത് ഞാൻ ഒന്നാം പാല് അല്പം ഒഴിച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഐറ്റംസൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലായിടവും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ഞാൻ കൂടുതലും അപ്പത്തിൻ്റോടൊപ്പം കഴിക്കുന്നതാണ് എൻ്റെ അറിവിൽ ഞാനങ്ങനെ കഴിച്ചിട്ടൊക്കെ ഉള്ളത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണൊന്ന് ഞാനിതിപ്പം എനിക്കറിയത്തില്ല, യൂട്യൂബൊക്കെ നോക്കി ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് ആവശ്യത്തിന് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല്. ഇപ്പം എല്ലായിടവും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാം പാലൊഴിച്ച് നമുക്കിത് ചിക്കൻ വേവിച്ചെടുക്കണം. രണ്ടാം പാലും ഒന്നാം പാലൊക്കെ ആവശ്യത്തിന് തന്നെ എടുക്കണം കേട്ടോ. ഓവറായിട്ട് പാലെടുത്ത് വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ, ചിക്കൻ വേവാനുള്ള രണ്ടാം പാൽ മാത്രം മതി. ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി വെള്ളം പോലെ ആയിപ്പോവും. നമുക്ക് കുറച്ച് കട്ടിയിലൊക്കെയാണ് വേണ്ടത് സംഭവം. അപ്പം ഞാൻ ഇത് രണ്ടാം പാലൊഴിച്ച് നല്ല വേവിച്ചെടുക്കും. എന്നിട്ട് ഞാൻ ഇതിൽ ഈ ടൈമിൽ തന്നെ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചെടുത്തതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല ഇപ്പോഴാണ് ഒഴിക്കേണ്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തോ എൻ്റെ ഒരു രീതിയിൽ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം വെന്ത് റെഡിയായിട്ടുണ്ട് സംഭവം. നല്ല അത്യാവശ്യം നല്ല ഗ്രേവിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഒന്നാം പാലൊഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് മല്ലിയിലയും കൂടെ മുകളിൽ വിതറി കൊടുക്കാം. ഒന്നാം പാലൊക്കെ എനിക്ക് ആവശ്യമായിട്ട് അല്പമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രണ്ടാം പാലിൽ തന്നെ ഒരുപാട് വെള്ളം നമുക്കുണ്ട്. നല്ല അത്യാവശ്യം ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ നല്ല അടിപൊളി നല്ല തിക്കായിട്ടൊക്കെ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? സൂപ്പർ സംഭവമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറുന്നുണ്ട്. മല്ലിയിലയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, അതൊക്കെ നല്ലതാണ് നമുക്ക്. അപ്പം എൻ്റെ ഈ ചിക്കൻ സ്റ്റൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ഞാൻ ട്രൈ ചെയ്ത ഈ ചിക്കൻ സ്റ്റൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്തൊന്ന് നോക്കണം. മറക്കാതെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്.